മാലിദ്വീപിലെ ഇന്ത്യൻ പ്രവാസികൾ പ്രതിസന്ധിയിലാണെന്ന് റിപ്പോർട്ട്. പ്രവാസികൾക്ക് നാട്ടിലേക്ക് പണം അയക്കാനുള്ള തുകയുടെ പരിധി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കുറച്ചതാണ് പ്രതിസന്ധിക്ക് ഇടയാക്കിയത്. കള്ളപ്പണ വിനിമയത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഈ തീരുമാനമെന്ന് പ്രവാസികൾ. നമുക്ക് നാട്ടിലേക്ക് സാലറി അയക്കാൻ പറ്റുന്ന ഒരേ ഒരു സോഴ്സ് മാലദ്വീപ്സിലുള്ള SBI ആണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് 2014 $500 അയക്കാൻ പറ്റുന്ന സ്ഥിതിയിൽ നിന്ന് മാറി 2023 അത് $400 വീണ്ടും അടുത്ത മാസം മുതൽ $150 എന്ന് പറയുന്ന കൂപ്പുകുത്തുന്ന ഒരു പ്രക്രിയയിലേക്കാണ് SBI കിടക്കുന്നത്. വേറൊരു രാജ്യത്തുമില്ലാത്ത സ്ഥിതിക്കാണ് നമ്മളുടെ സ്വന്തം ബാങ്കായ SBI പെരുമാറുന്നത്. നമുക്ക് $150 നാട്ടിലേക്ക് എത്തിക്കാൻ പറയാന്ന് പറഞ്ഞാൽ 12,000 ശിഷ്ടം രൂപ മാത്രമേ നാട്ടിലേക്ക് ഇപ്പം എത്തിക്കാൻ പറ്റുള്ളൂ. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ബൽറാം, വിശദാംശങ്ങൾ. SKN, ഈ മാലദ്വീപ്സിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പ്രവാസികൾ വലിയ പ്രതിസന്ധിയിലാണ് ആയിരിക്കുന്നത്. നിലവിൽ മാലദ്വീപ്സിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നാട്ടിലേക്ക് പണം അയക്കാനുള്ള ഏക മാർഗം SBI ആണ്. എന്നാൽ ഇവർക്ക് പണമടയ്ക്കാനുള്ള പരിധി SBI കുറയ്ക്കുന്ന ഒരു തീരുമാനമെടുത്തിരിക്കുന്നതാണ് ഇവരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. ഈ മാസം 25 മുതൽ $150, അതായത് ഏകദേശം 13,000 ഇന്ത്യൻ രൂപ മാത്രമായിരിക്കും പ്രവാസികൾക്ക് നാട്ടിലേക്ക് അയക്കാൻ കഴിയുക എന്നാണ് SBI ഏറ്റവും പുതിയ അറിയിപ്പിൽ വ്യക്തമാക്കുന്നത്. ഇതോടെ ഈ പ്രവാസികൾക്ക് നാട്ടിലെ ചെലവിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി 13,000 രൂപ മാത്രമായിരിക്കും നാട്ടിലേക്ക് അയക്കാൻ കഴിയുക. അവരുടെ കൈവശം ശമ്പളം ലഭിച്ച പണമുണ്ടെങ്കിൽ പോലും അത് ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നേരത്തെ 2014 ഇത് $500 ആയിരുന്നു, പിന്നീട് $400 കുറച്ചിരുന്നു. ഏറ്റവും ഒടുവിലാണ് $150 എന്നുള്ളത്. അവരുടെ ചെലവുകൾ നടക്കില്ല കുടുംബത്തിന്റെ എന്നതോടൊപ്പം തന്നെ പലരും ഈ മാലദ്വീപ്സിൽ ജോലി ലഭിക്കുന്നതിനായി 2-2.5 ലക്ഷം രൂപ വരെയെല്ലാം നൽകിയതാണ്. ആ കടം ഉൾപ്പെടെയുണ്ട് പലർക്കും. ആ പണം പോലും തിരിച്ചടയ്ക്കാൻ കഴിയാത്ത പ്രതിസന്ധി ഇതിലൂടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. വിദേശ പണത്തിന്റെ ആഗമനം കുറഞ്ഞതാണ് ഇത്തരത്തിൽ പരിധി കുറയ്ക്കാൻ കാരണമായി SBI ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം ഈ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഔദ്യോഗികമായി പണം അയക്കാനുള്ള മാർഗം അടഞ്ഞതോടെ പിന്നീട് ഏജന്റുമാരെ സമീപിക്കുക എന്നുള്ളത് മാത്രമാണ് ഏക പോംവഴിയുള്ളത്. അതിന് ആകട്ടെ അവർക്കുള്ള ലാഭം ഈ ഏജന്റുമാർ എടുക്കുന്നു എന്നതോടൊപ്പം തന്നെ ഇതൊരു നിയമപരമായ മാർഗമല്ല എന്നതുകൊണ്ട് തന്നെ കള്ളപ്പണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമാകും ഈ നീക്കം എന്നാണ് പ്രവാസികൾ ആരോപിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്നും ആവശ്യമായ പുനരാലോചന നടത്താൻ SBIക്ക് നിർദ്ദേശം നൽകണമെന്നുമാണ് പ്രവാസികളുടെ ആവശ്യം. ഏതാണ്ട് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലുമായി 6,000 മലയാളികൾ മാത്രം മാലദ്വീപ്സിൽ നിലവിൽ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് കണക്ക്. SKN, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.